അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ കഥ പറഞ്ഞാൽ നിങ്ങൾ കണക്കെടുത്താൽ നിങ്ങളുടെ പാഠപുസ്തകം തീരില്ല, അത്രയധികം ജീവജാലങ്ങളുണ്ട്, പൂമ്പാറ്റകൾ. അപ്പോൾ ഇതേപോലെ തജ്നീദ് ആർട്സ് ക്ലബ്ബ് ഈ കുരുവികളെ സംരക്ഷിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ 2004 നമ്മുടെ അധികാരി ബിൽഡിങ്ങിലുള്ള ഫ്ലവർ ഫീൽഡിലാണ് ഞങ്ങൾ ആദ്യത്തെ പാവർക്കിൻ്റെ കുരുവിക്കൂട് വെച്ചത്, 2004. പിന്നെ ഒരു 5-6 കൊല്ലം ഞങ്ങൾ വെച്ചു, പിന്നെ നിർത്തി. പക്ഷെ ഒരു തുടർച്ചയുണ്ടായി തജ്നീദ് ക്ലബിൻ്റെ ആളുകളാണ് തുടർച്ചയുണ്ടായത്. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം നല്ലതെന്ന് കണ്ട് അവർ തുടങ്ങിയത്, അതാണ് അതിൻ്റെ വിജയം. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു കുരുവിക്ക് കൂട് വയ്ക്കണം. നമ്മുടെ പാവർട്ടി അങ്ങാടിയിൽ 5 കുടുംബങ്ങളുണ്ടായിരുന്നു. കാരണം പഴയ കനറ ബാങ്കിൻ്റെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത് 5 കുടുംബങ്ങൾ. ഇപ്പം അവരില്ല, അവിടെ പോയി. ചാവക്കാട് അങ്ങാടിയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. ഒരു ബിൽഡിങ് കത്തിയോട് കൂടിയിട്ട് ആ ബിൽഡിങ്ങിലെ കുരുവികളൊക്കെ ചത്തു. ഇപ്പം ആകെ 6 കുരുവികളെ ചാവക്കാട് അങ്ങാടിയിൽ കാണാനുണ്ട്, 6 എണ്ണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ജീവി വർഗ്ഗം ഇവിടുന്ന് അപ്രത്യക്ഷമാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടാവും. കുരുവികൾ മുൻകാലത്ത് നിങ്ങളെ പോലത്തെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൻ്റെ കൈവരിമോ വന്നിരുന്ന് ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന കുരുവികളപ്പോൾ കാണാനില്ല. കൃഷിയുടെ കാര്യം അവരപ്രത്യക്ഷമായിരുന്നു. നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികൾ ഈ ജീവിയിൽ ഇവിടുന്ന് അപ്രത്യക്ഷമാക്കി. ഇത് മരത്തിൻ്റെ പൊത്തിലും അതുമാതിരി ചുമരിൻ്റെ പൊത്തിലൊക്കെയാണ് സാധാരണ നമ്മുടെ അവിടെ കുരുവികൾ. അത്ര സൗകര്യങ്ങളില്ലാതായപ്പോൾ എന്തായി, ഓട് വീടുകൾ കുറഞ്ഞു, എല്ലാ വീടും ടെറസായി, ചൂട് കൂടുതലാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ കുരുവി മുട്ടയിടുമ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് എന്തുണ്ടാവും, ഇത് വിരിയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവയുടെ പ്രജനനം കുറഞ്ഞു പോയി. രണ്ടാമത്തെ കാര്യം എന്താണെങ്കിൽ, നമ്മൾ പണ്ട് DDT ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ചു ചെതിൽ വരാൻ. ഇപ്പോൾ DDT ഇടുന്നത് അരി പുഴുങ്ങുമ്പോൾ അതിൻ്റെ കൂടെയല്ല, ഉപ്പിൽ വരാതിരിക്കാൻ. ആ DDT തിന്നാൽ ഒരു കുഴപ്പമുണ്ട്, പക്ഷികളുടെ മുട്ടകളുടെ തോടിൻ്റെ കനം കുറഞ്ഞു. അങ്ങനെയാണ് ഒരുപാട് പക്ഷികൾ ഈ ലോകത്തിന് അപ്രത്യക്ഷമാകുന്നത്. കാരണം മുട്ടയിടാനുമ്പോൾ ആ തോടിൻ്റെ കനം കുറയുന്നതുകൊണ്ട് അടയിരിക്കുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അരി കുറഞ്ഞു. അപ്പോൾ DDT ആണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം ഇല്ലാതെ ആവുന്നു. മൂന്നാമത്തെ കാരണം നമ്മുടെ പാക്കിങ്. പണ്ട് അരിമണി ചണച്ചാക്കിലായിരുന്നു പാക്കിങ് തരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പൊട്ടുണ്ടാകുമ്പോൾ അരിമണി താഴെ വരും. ഇപ്പോൾ പ്ലാസ്റ്റിക് പാക്കറ്റിലോ അല്ലെങ്കിൽ പെട്ടികൾക്കുള്ളിലാണ് പാക്കിങ്. അപ്പോൾ എന്തുണ്ടാവും, അത് ചോരില്ല, അവർക്ക് ഭക്ഷണം കിട്ടില്ല. ഭക്ഷണം കിട്ടാത്തവർക്ക് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ ആ ജീവജാലങ്ങളോട് അപ്രത്യക്ഷമാണ്. ഒരു ജീവജാലം ഈ ലോകത്ത് അപ്രത്യക്ഷമായാലാണ് അതെന്ത് ഉപകാരത്തെ നമുക്ക് ചെയ്തു തരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പക്ഷേ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഡോഡോ പക്ഷിയെ കുറിച്ച് പഠിക്കും. പണ്ട് മൗറീഷ്യസ് വീട്ടിൽ ധാരാളം ഉണ്ടായിരുന്നൊരു പക്ഷിയായിരുന്നു ഡോഡോ പക്ഷി. ഇപ്പോൾ അവർ അപ്രത്യക്ഷമായപ്പോഴാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ആ പക്ഷിയെ ഇഷ്ടപ്പെടുന്ന ഒരു മരം ഉണ്ടായിരുന്നു, സാൽവേരിയ മേജർ എന്ന് പറഞ്ഞ മരം. ആ മരത്തിൻ്റെ വിത്തുകൾ ഇത് ഭക്ഷിച്ച് കാഷ്ടിച്ചാൽ മുളയ്ക്കും. അപ്പോൾ ഈ പക്ഷി പോയോടിയിട്ട് അതിൻ്റെ വിത്തൊന്നും മുളക്കണില്ല. പഠിച്ചവന് 18 ഒരു വിത്ത് മുളക്കണില്ല. അപ്പോൾ ഒരു ജീവി പോയപ്പോൾ കാൽവേരിയ മേജർ എന്ന് പറയുന്ന മരം പോകുന്നു. മരത്തോടൊപ്പം ജീവിക്കുന്ന കുറച്ച് ചെറിയ പ്രാണികളുണ്ട്, അവർ അപ്രത്യക്ഷമാകാൻ പോകണം. അങ്ങനെ ഒരു ജീവജാലം അപ്രത്യക്ഷമായാലും കൂടെ ഒരുപാട് ജീവജാലങ്ങൾ ഇവർ അപ്രത്യക്ഷമാകും. അത് തന്നെയാണ് കുരുവിയുടെയും കഥ. ഒരു കുരുവി അപ്രത്യക്ഷമാകുന്നവരെ നമുക്ക് പഠനങ്ങളില്ല, പക്ഷെ അപ്രത്യക്ഷമായ നമ്മൾ പഠിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇത് കഴിക്കുന്നതും അത് ഭക്ഷിച്ച് കാഷ്ടിക്കുന്ന വിത്തുകൾ, ചെടികൾ ഒക്കെ വളരുന്നത് ഈ പക്ഷികൾ കൊടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ കാക്ക പോയാൽ നമ്മുടെ നാട്ടിൽ ആല് മുളച്ചില്ല. കാരണം കാക്കയുടെ ഭക്ഷണത്തിലൂടെ പോയി അത് കാഷ്ടിച്ചാലാണ് ആലുങ്കായ അവിടെ ഇതൊക്കെ മുളയ്ക്കും. വലിയ മരത്തിൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ആലിൻ്റെക്ക് മുളയ്ക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കാക്കയും ആലും തമ്മിലുണ്ട്. ആലിങ്ങിൻ്റെ കായ പഴുക്കുമ്പോൾ കാക്ക വരുന്നു തിന്നുന്നു. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധിതമാണ്. നമ്മൾ